ശീതയുദ്ധം ഒരു ഭൂതകാല ചരിത്രമായി മാറിയിട്ടും ക്യൂബയുടെ വീഥികളിൽ 1970കളിലെ സോവിയറ്റ് നിർമ്മിത ലാഡകളും മോസ്ക്വിച്ചുകളും വോൾഗകളും സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഐതിഹാസികമായ ലാഡ നിവ 4x4ഉം ഇന്നും കാലത്തിനതീതമായി ചീറിപ്പായുന്നു. ഇവ വെറും വാഹനങ്ങളല്ല, മറിച്ച് ക്യൂബയുടെ ദീർഘകാല ഉപരോധത്തിന്റെയും അതിജീവനത്തിന്റെയും നിഷേധിക്കാനാവാത്ത അടയാളങ്ങളാണ്. ക്യൂബൻ വിപ്ലവാനന്തരം ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളെ തകിടം മറിച്ചുകൊണ്ട് ക്യൂബ സോവിയറ്റ് പക്ഷത്തേക്ക് ചുവടുമാറി. ഈ നീക്കം അമേരിക്കയെ പ്രകോപിപ്പിക്കുകയും ക്യൂബയ്ക്കുമേൽ കടുത്ത വിലക്കേർപ്പെടുത്താൻ കാരണവുമാവുകയും ചെയ്തു. തൽഫലമായി അമേരിക്കൻ വാഹനങ്ങളുടെയും അവശ്യ സ്പെയർ പാർട്സുകളുടെയും ഇറക്കുമതി പൂർണ്ണമായി നിലച്ചു. അമേരിക്കൻ ഉപരോധം സൃഷ്ടിച്ച ഈ രാഷ്ട്രീയ ശൂന്യതയെ നികത്തിക്കൊണ്ട് ക്യൂബയിൽ തങ്ങളുടെ സൈനിക സാമ്പത്തിക സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആയിരക്കണക്കിന് സോവിയറ്റ് വാഹനങ്ങൾ ദ്വീപിലേക്ക് ഒഴുകിയെത്തി. ഇറ്റാലിയൻ വാഹന നിർമ്മാതാക്കളായ ഫിയറ്റ് മോട്ടോഴ്സിന്റെ സഹകരണത്തോടെ നിർമ്മിച്ച പ്രശസ്തമായ ലാഡകളും സാധാരണക്കാർക്കും സൈനിക ആവശ്യങ്ങൾക്കും ഒരുപോലെ ഉപയോഗിച്ചിരുന്ന ഐതിഹാസികമായ ഓഫ് റോഡ് ലാഡ നിവയും ഇതിൽ പ്രധാനമായിരുന്നു. 1991-ൽ സോവിയറ്റ് യൂണിയന്റെ പതനം ശേഷവും പതിറ്റാണ്ടുകൾക്കിപ്പുറവും ക്യൂബയുടെ തെരുവോരങ്ങളിൽ ഇന്നും ആ പഴയ സോവിയറ്റ് കാറുകളുടെ മുഴക്കമുയരുന്നു. ആഗോള അധികാര സമവാക്യങ്ങളിൽ ദീർഘകാല US ഉപരോധം ക്യൂബയെ ഒരൊറ്റപ്പെട്ട തുരുത്താക്കി മാറ്റി എന്നതിന്റെ ജീവന്തമായ ഓർമ്മപ്പെടുത്തലാണ് ഈ സോവിയറ്റ് വാഹനങ്ങളിലെ ഓരോ ഹോൺ മുഴക്കവും.